നമസ്കാരം. VK പ്രശാന്താണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA. 2 ദിവസമായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിൽ പ്രതിനായകനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരാൾ. ഈ പ്രതിനായക കഥാപാത്രത്തെ ഈ മട്ടിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നായകന്മാർ ആരൊക്കെയാണ്? ആദ്യം നായികയാണ്, സാക്ഷാൽ ശ്രീലേഖ. DGP ആയിരുന്ന ശ്രീലേഖ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കൗൺസിലറാണ്. രണ്ടാമത്തേത് സാക്ഷാൽ ശബരിനാഥൻ, KS ശബരിനാഥൻ. അരുവിക്കരയിൽ G കാർത്തികേയൻ്റെ മകനായി അദ്ദേഹത്തിൻ്റെ മരണാനന്തരം മത്സരിച്ച് ജയിച്ച് പിന്നീട് ആ മണ്ഡലം കൈവിട്ട് കളഞ്ഞ മുൻ MLA, ഇപ്പോൾ തിരുവനന്തപുരം കൗൺസിലറാണ്. മൂന്നാമത്തെ നായകൻ K മുരളീധരൻ. ശബരിനാഥന് പിന്നാലെ ഈ നാടകത്തിലേക്ക് അപ്രതീക്ഷിതമായി രംഗപ്രവേശം ചെയ്ത നായകൻ. ഇപ്പോൾ MP അല്ല, MLA അല്ല, വട്ടിയൂർക്കാവ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ നഷ്ടബോധത്തിൽ നടക്കുന്ന മറ്റൊരാൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ VV രാജേഷ്. ഈ നാടകത്തിന് ഒരു ആൻറ്റി ക്ലൈമാക്സ് സമ്മാനിച്ച തിരുവനന്തപുരത്തെ ഇപ്പോൾ കോർപ്പറേഷൻ മേയറായിരിക്കുന്ന VV രാജേഷ്. എന്താണ് ഈ പ്രതിനായകനിൽ നിന്ന് ഏറ്റവും ഒടുവിൽ VV രാജേഷിലേക്ക് എത്തിയിരിക്കുന്ന കൃത്യമായി ഒരു കഥയുടെ തുടക്കവും പിരിമുറുക്കവും ക്ലൈമാക്സും വരെയുള്ള നാടകത്തിൻ്റെ ഉള്ളടക്കം? ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? അതിലേക്കാണ് ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലുന്നത്. ആദ്യം ഈ കഥയിൽ ശ്രീലേഖയുടെ പങ്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. VK പ്രശാന്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന MLA ഓഫീസിൽ നിന്ന് ഒഴിയണം എന്ന് BJP കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ BJPയുടെ കൗൺസിലർ മാത്രമായ ശ്രീലേഖ ഉത്തരവിട്ടു. അത് MLAയോട് കൗൺസിലറാണ് പറയുന്നത് ഒഴിഞ്ഞു പോകണമെന്ന്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നഗരസഭയോ ഉത്തരവാദപ്പെട്ട നഗരസഭാ സെക്രട്ടറിയോ അല്ല. ഒരു കൗൺസിലർ പറയുകയാണ് നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് MLAയോട് പറയുകയാണ്. അതിനുശേഷമാണ് ഈ നാടകത്തിൻ്റെ ആരംഭം. ശ്രീലേഖ തൻ്റെ കൗൺസിലർ ഓഫീസ് സ്ഥലം പോരാ, അവിടുത്തെ MLAയും കൂടി ഒഴിഞ്ഞ് ഇത്രയും വലിയ സ്ഥലം തനിക്ക് വേണമെന്ന് ഒരു ബുൾഡോസർ രാജിൻ്റെ ശ്രീലേഖ പതിപ്പ്, കേരളത്തിലെ സംഘപരിവാർ പതിപ്പ് അവർ ആവിഷ്കരിച്ചു. അതിനുശേഷമാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് സംഗതി കൈവിട്ടു പോയ ഘട്ടത്തിൽ ശ്രീലേഖ ഒറ്റക്കായി, BJPയിൽ നിന്ന് ആരും ഒരുമിച്ച് വരാതായി. ഒടുവിൽ അവർ നേരിട്ട് പോയി പ്രശാന്തിനോട് ക്ഷമ പറയും വിധത്തിൽ ഇതെൻ്റെ അനിയനാണ്, ഇപ്പോഴൊന്നും ഒഴിയേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എനിക്ക് സ്ഥലം പോരാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടത്തി. ഇതേ സമയം സമാന്തരമായി സംഘപരിവാർ പ്രശാന്തിനെതിരെ വ്യാജ പ്രചരണവും നടത്തി. പ്രശാന്തിന് ഭയങ്കരമായ അലവൻസ് വാങ്ങിച്ച് തട്ടി കൊണ്ടുപോവുകയാണ് പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തി. യഥാർത്ഥത്തിൽ നമ്മൾ അറിയാത്ത ഒരു ഈ വ്യാജ പ്രചരണത്തിൻ്റെ മറവിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഫേക്ക് പ്രചരണത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ MLAമാർക്ക് ഒരുപക്ഷെ ഇന്ത്യയിലാകെ ഏറ്റവും കുറഞ്ഞ അലവൻസുകളും ശമ്പളവും ഒക്കെ കിട്ടുന്ന അവസാനത്തെ 5ഓ 10ഓ സംസ്ഥാനങ്ങളിലൊന്ന് കേരളത്തിലെ MLAമാരാണ്. ഈ MLAമാർക്ക് മുറി, അതായത് അവരുടെ MLA ഓഫീസ് പ്രവർത്തിക്കാനുള്ള ഒരു വാടക നൽകുന്നില്ല. അവർക്ക് എക്സ്പെൻസ്, മറ്റേ മണ്ഡലം എക്സ്പെൻസിൽ നിന്ന് അത് എടുത്ത് അവർ സ്വന്തം റിസ്കിൽ റൂമുകൾ എടുക്കുകയാണ്. എന്നാൽ കൗൺസിലർമാർ, തിരുവനന്തപുരത്തെ കൗൺസിലർമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഒരു മാസം ഓഫീസ് പ്രവർത്തിക്കാൻ മാത്രം 8000 രൂപ വാടകയ്ക്ക് തുക നൽകുന്നുണ്ട്. അതിൻ്റെ സൗകര്യം കൂടി കിട്ടിയ ആളാണ് ശ്രീലേഖ. എന്നിട്ട് അവർക്ക് അതും പോരാ, ഈ ഓഫീസിൽ നിന്ന് MLA ഒഴിഞ്ഞും കിട്ടണം എന്നുള്ള യാഥാർത്ഥ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതാണ് ഒരു വശം. ഇതിൻ്റെ പിന്നാലെ ശ്രീലേഖയ്ക്കൊപ്പം BJP നിൽക്കുന്നില്ല എന്ന് കണ്ട ഉടനെ ശ്രീലേഖയ്ക്ക് ഒപ്പം സഹായവുമായി മറ്റത്തൂർ മോഡലിൽ KS ശബരിനാഥൻ രംഗത്തെത്തുകയാണ്. ശബരിനാഥൻ രംഗത്തെത്തിയതോടുകൂടി ചിത്രം മാറി മറിയുകയാണ്. ശബരിനാഥൻ നേരം വെളുത്തപ്പോൾ തന്നെ പ്രശാന്തിനെതിരെ ഒരു Facebook പോസ്റ്റ് ഇട്ടാണ് തൻ്റെ റോള് കഥയിൽ നിർവഹിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത്, ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ ഓഫീസിൽ MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചുകൊണ്ട് വാടക തുക അടക്കമുള്ള കാര്യങ്ങൾ നഗരസഭ തീരുമാനിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ MLAക്ക് ഒരു MLA ഹോസ്റ്റലുണ്ട്, ആ ഹോസ്റ്റലിൽ ഓഫീസ് പ്രവർത്തിച്ചാൽ പോരെ, ഇങ്ങനെയൊന്നും MLA ഒന്നും മണ്ഡലത്തിൽ ഓഫീസൊന്നും ഇട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് KS ശബരിനാഥൻ ഈ BJPയുടെ ശ്രീലേഖയുടെ വാദം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന് പറയുന്നത്. തൊട്ടു പിന്നാലെ സാക്ഷാൽ K മുരളീധരൻ രംഗത്തെത്തി. എന്തിനാണ് MLA ഇങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് MLA 10 കാര്യമായി തന്നെ പറഞ്ഞ് അദ്ദേഹവും രംഗത്തെത്തി. പിന്നീടാണ് VV രാജേഷ് വരുന്നത്. VV രാജേഷിൻ്റെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഈ വീഡിയോയുടെ അവസാനം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ നാടകത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന കാരണത്തിലേക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. അത് അറിയണമെങ്കിൽ എന്താണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്നറിയണം. കോൺഗ്രസിൽ പല നേതാക്കളും
കെ മുരളീധരൻ മുൻ MLA ആയിരുന്നു. ശബരിനാഥൻ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലമാണ്. തരൂരിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ വട്ടിയൂർക്കാവ് നോട്ടമിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവരൊക്കെ കൂട്ടം കൂടി VK പ്രശാന്തിനെതിരെ രംഗത്ത് വരികയാണ്. വട്ടിയൂർക്കാവ് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച MLA, നിയമസഭാ പ്രതിനിധി എന്ന മട്ടിൽ നമുക്ക് മുൻനിരയിൽ നിർത്താൻ പറ്റുന്ന ഒരു മുഖമാണ് VK പ്രശാന്തിൻ്റേത്. സമ്പൂർണ്ണമായി ഒരു വലതുപക്ഷ മണ്ഡലം എന്ന് അടയാളപ്പെടുത്തപ്പെട്ട ഈ വട്ടിയൂർക്കാവിനെ VK പ്രശാന്ത് സ്വന്തം കൈവെള്ളയിൽ ഇട്ട് അമ്മാനമാടുന്ന കാഴ്ചയാണ് 2 തെരഞ്ഞെടുപ്പുകളിലായി നമ്മൾ കാണുന്നത്. അസാധാരണമായ മുന്നേറ്റം. അവിടുത്തെ മുഴുവൻ നിലവിലുള്ള മുൻകാലങ്ങളിലുണ്ടായ മുഴുവൻ നറേറ്റീവുകളെയും പൊളിച്ച് അദ്ദേഹം എല്ലാ ആളുകളുടെ ഇടയിലേക്കും ഇറങ്ങിത്തിരിക്കുകയും മുമ്പ് മുരളിക്ക് പോലും സ്വന്തമില്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് VK പ്രശാന്ത്. നിലവിൽ 2011 മുതൽ മുരളീധരൻ്റെ വിജയം മുതൽ നമുക്ക് നോക്കാം. മുരളീധരൻ 2011 അവിടെ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന് 16,167 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത് അന്ന് ഇങ്ങോട്ട് കാലുമാറി വന്ന ചെറിയാൻ ഫിലിപ്പാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. 3-ാം സ്ഥാനത്ത് VV രാജേഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 13,394 വോട്ട് മാത്രമാണ് കിട്ടിയത്. 2016 കെ മുരളീധരൻ വീണ്ടും മത്സരിക്കുന്നു. എന്നാൽ മുരളിയുടെ ഭൂരിപക്ഷം പകുതിയായി കുറയുകയാണ്. 7,622 കുറഞ്ഞു. രണ്ടാമത് സ്ഥാനത്തേക്ക് BJP എത്തുകയാണ്. കുമ്മനം രാജശേഖരൻ 43,700 വോട്ട്. മൂന്നാമത് CPMൻ്റെ TN സീമ എത്തുന്നു. എന്നാൽ ചിത്രം മാറുന്നത് 2019 ഈ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് BJP പിടിച്ചെടുക്കുന്നു എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് 2019 ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെ പരീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മേയർ എന്നുള്ള നിലയിൽ മേയർ ബ്രോ എന്ന നിലയിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ VK പ്രശാന്തിനെ അവിടെ പരീക്ഷിക്കുകയാണ്. VK പ്രശാന്ത് വലിയ വിജയം നേടി 14,465 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. രണ്ടാമത് K മോഹൻകുമാർ എന്ന സീനിയറായ കോൺഗ്രസ് നേതാവാണ്. മൂന്നാമത് BJPയുടെ സുരേഷ് വീണ്ടും മൂന്നാമത്തേക്ക് പോവുകയാണ്. എന്നാൽ 2021 പൊതുതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് വീണ്ടും ജയിക്കുകയാണ്. 21,515 എന്ന വോട്ട് നിലയിലേക്ക് അദ്ദേഹം തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് VV രാജേഷാണ് എത്തുന്നത്. 39,596 വോട്ട്. മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ്. വീണ S നായർ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന ആക്ഷേപങ്ങളുടെ തുടർച്ചയായി ഉള്ള മണ്ഡലങ്ങളിലേക്ക് വട്ടിയൂർക്കാവും പോകുന്ന കാഴ്ച, വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് നിഷ്പ്രഭമാകുന്ന കാഴ്ച. മുരളീധരൻ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഭൂരിപക്ഷം രണ്ടാമത് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇവിടെ നിന്ന് പിന്നീട് വടകരയിൽ പോയി മത്സരിക്കുന്ന സാഹചര്യം. വട്ടിയൂർക്കാവ് അദ്ദേഹത്തിന് അത്ര ഉറപ്പുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വരുന്നത്, VK പ്രശാന്ത് വരുന്നത്, രണ്ടാമത് പൊതുതെരഞ്ഞെടുപ്പിൽ വീണ്ടും വരുന്നത്. നിലവിൽ വട്ടിയൂർക്കാവിൻ്റെ മുഖം മാറുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയും ഒക്കെ വലിയ തോതിലുള്ള പ്രചരണവും അദ്ദേഹത്തിന് സ്വീകാര്യതയും ഒക്കെ ലഭിക്കുന്നുണ്ട്. ജാതി മത അതീതമായ സ്വീകാര്യത എന്നുള്ളതാണ്. സാധാരണ വട്ടിയൂർക്കാവിന് NSSൻ്റെ ഒരു തീരെഴുതിയ മണ്ഡലം എന്നൊക്കെയുള്ള മട്ടിലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അവിടെ വലിയ തോതിൽ സ്ഥാപിച്ചെടുക്കുകയും എല്ലാവർക്കും അവൈലബിളായ ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്യുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കൂട്ട ആക്രമണം എന്ന പറയും മട്ടിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അത് BJPയും കോൺഗ്രസും എല്ലാം ഒരുമിച്ചുള്ള ഒരു ആക്രമണം. അതായത് വട്ടിയൂർക്കാവിൽ ഒരു സ്ഥാനാർത്ഥിയെ VK പ്രശാന്തിനെ പോലൊരു സ്ഥാനാർത്ഥി വീണ്ടും വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ മറികടക്കാനാണ് ആദ്യം ശ്രീലേഖ നേരത്തെ തന്നെ വട്ടിയൂർക്കാവ് വഴിയിലെ യാത്രയൊക്കെ നടത്തി മണ്ഡലം നോക്കി വെച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആശീർവാദത്തോടെ എന്നാണ് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ശ്രീലേഖ കൗൺസിലറായിരിക്കാൻ ആഗ്രഹമില്ല, ചുരുങ്ങിയത് മേയറെങ്കിലും ആവണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടത്. അതുകൊണ്ട് VV രാജേഷിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും നിൽക്കാതെ ഇറങ്ങിപ്പോയ ആളാണ്. അവർക്കതുകൊണ്ട് ഈ കൗൺസിലറായിരിക്കാൻ സഹിക്കില്ല ആ നിലപാട് എന്നുള്ളത് കൊണ്ട് അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നോക്കി വെച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഒരു അരങ്ങൊരുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിനു മുമ്പ് VK പ്രശാന്തിൻ്റെ സ്വീകാര്യത നശിപ്പിക്കുക എന്നുള്ള യാഥാർത്ഥ്യം ബോധത്തോടെയുള്ള BJPയെ സംബന്ധിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു നീക്കത്തിലാണ് അവർ ഏർപ്പെട്ടത്. അതിൻ്റെ ഭാഗമായാണ് ഈ അപകീർത്തി പ്രചരണത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റായി മാറുമെന്ന് ആശങ്കപ്പെട്ട ഇടത്തേക്കാണ് വട്ടിയൂർക്കാവിൽ നേരത്തെ തന്നെ നോട്ടമിട്ട ശബരിനാഥ് രംഗത്ത് വരുന്നത്. ശബരിനാഥ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകീർത്തി പ്രചരണത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. യഥാർത്ഥത്തിൽ MLA ഓഫീസ്, അതായത് MLA ക്വാർട്ടേഴ്സിലെ റൂം എന്ന് പറയുന്നത് മണ്ഡലത്തിലെ കാര്യങ്ങൾക്കല്ല, നിയമസഭയിൽ ഉള്ള കാര്യങ്ങൾക്ക്, നിയമസഭാ സമ്മേളനം നടക്കുമ്പം അതിൻ്റെ വർക്കുകൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, MLAയുടെ
സ്റ്റാഫ്, അതായത് നിയമസഭയിൽ ഉള്ള പ്രവർത്തനങ്ങൾക്കുള്ള MLA സ്റ്റാഫൊക്കെ പ്രവർത്തിക്കുക, അതിനൊക്കെയാണ് MLA ഓഫീസ് ഉപയോഗിക്കുന്നത്, ഹോസ്റ്റൽ ഉപയോഗിക്കുന്നത്. എല്ലാ MLA-മാർക്കും എല്ലാ MLA ഹോസ്റ്റലും 2 മുറി ഉണ്ടാവും, ഒരു ഹാള് ഒക്കെ ഉണ്ടാവും. അല്ലാതെ 2 മുറി എന്ന് പറയുമ്പോൾ അസാധാരണമായ 2 മുറികൾ എല്ലാവരിലും വ്യത്യസ്തമായി VK പ്രശാന്തിനുണ്ട് എന്ന മട്ടിലാണ് ശബരിനാഥൻ ഇത് അവതരിപ്പിക്കുന്നത്. അതൊരു കുറുക്കു വഴിയായിട്ടാണ് നമുക്കത് പരിശോധിക്കുമ്പം മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ സ്വന്തം മണ്ഡലത്തിലുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആവുന്നതിന് വേണ്ടി ഒരു ഓഫീസ് അനിവാര്യമാണ്, പ്രത്യേകിച്ച് MLA സംബന്ധിച്ച് അനിവാര്യമാണ്. എന്തായാലും ശബരിനാഥൻ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അരുവിക്കര മണ്ഡലത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിച്ചിരുന്ന ആളാണ് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹം ഓഫീസിൽ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ മട്ടിലുള്ള വിധി വരാനുള്ള ഇടയാക്കിയത്. അടുത്തത് മുരളീധരനാണ്. മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരിക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരന് മാത്രമാണ് സീറ്റ് നഷ്ടപ്പെട്ടത്. തൃശ്ശൂരിൽ TN പ്രതാപിന് സീറ്റേ കൊടുത്തില്ല. മുരളീധരൻ മത്സരിച്ച് തോറ്റ് പിന്മാറേണ്ട 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സാഹചര്യം തൃശ്ശൂരിലുണ്ടായി. അപ്പോൾ മുരളീധരൻ തിരിച്ചു വരുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വട്ടിയൂർക്കാവിലേക്ക് വീണ്ടും വരിക, മത്സരിക്കുക എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ മുന്നോടിയായി VK പ്രശാന്തിൻ്റെ ഈ സ്വീകാര്യത ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള ബോധം അവർക്കൊക്കെ രാഷ്ട്രീയമായി ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടി ഭാഗമായി ശബരിനാഥെങ്ങാനും ഇത് കൈക്കലാക്കുമോ എന്നുള്ള ഒരു ആശങ്ക വന്നതുകൊണ്ട് തൊട്ടടുത്ത നിമിഷം മുരളീധരനും ചാടി പുറപ്പെടുകയാണ്. ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച അതാണ്. അങ്ങനെ ശ്രീലേഖ BJPക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ശബരിനാഥിനെ വെട്ടാൻ മുരളീധരൻ, ഇതാണ് ഇവിടുത്തെ ഒടുവിലത്തെ കാഴ്ച. എന്നാൽ ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് വരുന്നത് ഇവിടെ 2ാം സ്ഥാനത്ത് വട്ടിയൂർക്കാവിൽ നേരത്തെ തന്നെ എത്തി തൻ്റെ ഇവിടുത്തെ സാധ്യതകളെ തുറന്നിട്ട ഒരാളാണ് VV രാജേഷ്, ഇപ്പോൾ മേയറായിരിക്കുന്ന ആളാണ്. ഇനി ശ്രീലേഖ ഇതിൻ്റെ ഒരു ആവർത്തനത്തിൽ അവർ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, പ്രശാന്തിനെതിരായി നീക്കം ജനങ്ങളിൽ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുന്നുണ്ട്, പ്രശാന്തിന് അനുകൂലമായ ഒരു സഹതാപ തരംഗം മണ്ഡലത്തിലാകെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായതിനു ശേഷം മേയർ ആയ VV രാജേഷ് യാഥാർത്ഥ്യബോധത്തോടെ ഇടപെടുകയാണ്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. ജനപ്രതിനിധികൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച ഓഫീസുകൾ, കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ഓഫീസുകൾ അവരെ ഒഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ശ്രീലേഖയുടെ മേൽ അദ്ദേഹം വേറൊരു ചെക്ക് വെച്ചു. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ താല്പര്യപ്രകാരമല്ല എന്നുള്ളത് വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖർ രാജേഷിനെതിരാണെന്നറിയാം. മറ്റ് രീതിയിലുള്ള സമവാക്യങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. VV രാജേഷ് ഭാവിയിൽ വട്ടിയൂർക്കാവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് യാഥാർത്ഥ്യത്തോടെ മുന്നോട്ട് വെക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി VV രാജേഷാണ്. കാരണം ഒന്ന്, അദ്ദേഹം ഇപ്പോൾ മേയറായിരിക്കുന്നു, മാത്രമല്ല നേരത്തെ തന്നെ 2ാം സ്ഥാനത്ത് BJP എത്തിയ മണ്ഡലം നമ്മൾ നേരത്തെ ആ കണക്ക് നോക്കിയല്ലോ, അങ്ങനെയും സാധ്യതയുണ്ട്. ശ്രീലേഖ ഇമ്മട്ടിൽ വെറുപ്പിക്കും വിധം ഒരു സ്വീകാര്യനായ ഒരാളെ ഇങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കും വിധത്തിൽ എതിർപ്പ് ഉയർത്തുന്ന വിധത്തിലുള്ള ഒരു സമീപനം കൈക്കൊണ്ടതിൻ്റെ തിരിച്ചടി നേരിടുന്ന ആശങ്ക അവർക്ക് ഉണ്ടാകാം. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഈ സംഭവത്തിനൊരു ആൻറ്റി ക്ലൈമാക്സ് VV രാജേഷിൻ്റെ നിലപാടിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നീക്കം VK പ്രശാന്തിനെ ഈ മട്ടിൽ അപകീർത്തിപ്പെടുത്താനും വ്യക്തിപരമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു സുവർണ അവസരമായി ശ്രീലേഖയുടെ ഈ നീക്കത്തെ KS ശബരിനാഥും മുരളീധരനും കോൺഗ്രസും അടക്കമുള്ളവർ കണ്ടു. പക്ഷേ ആത്യന്തികമായി അത് VK പ്രശാന്ത് അനുകൂല സഹതാപ തരംഗത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനെ ആ മട്ടിൽ വിട്ടാൽ ശരിയാവില്ല, ഇത് നമുക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവ് കൂടി ഉള്ളതുകൊണ്ടാണ് VV രാജേഷ് ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയോടുകൂടി ഇതിൽ ഇടപെട്ടത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. VK പ്രശാന്തിൻ്റെ ഈ സാഹചര്യം, വട്ടിയൂർക്കാവിൻ്റെ ഈ സാഹചര്യം കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റുകയാണ് ആ മണ്ഡലത്തെ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കണക്കും നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന VK പ്രശാന്തിൻ്റെ ഈ തേരോട്ടം അടുത്ത 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഏതു മട്ടിലായിരിക്കും എന്നുള്ള കൂടുതൽ വലിയ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.